നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്താ? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ സ്വഭാവം, മെറ്റീരിയലിന്റെ നേച്ചർ, അതാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ പോയിന്റ്. എന്താ സാറേ അങ്ങനെ പറഞ്ഞാൽ? ഞാൻ പറഞ്ഞുതരടാ. എടാ, എന്റെ കയ്യിൽ ഒരു ബ്രിക്ക് ഉണ്ട്, എന്റെ കയ്യിൽ ഒരു കട്ടുണ്ട്, ഒരു ക്യൂബ് ഉണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. അത് ഞാൻ സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനൊരു തട്ട് കൊടുത്തു, ഒരു സൗണ്ട് കേട്ടൂടെ? കേൾക്കും അല്ലേ? അപ്പൊ അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഓൻ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പുറത്ത് വരുന്നത്. ഓനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, ലെറ്റ്സ് സേ F1. ഓക്കെ, ഇനി ഞാൻ അതേ കട്ട, അതേ ക്യൂബ്, അതേ ബ്ലോക്ക് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കി? ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കി. ഞാൻ തട്ടി, വേറൊരു സൗണ്ട് ആയിരിക്കും കേൾക്കുക. ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താ? മാറി. നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ മാറുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി മാറി. ഇനി ഞാൻ അതേ കട്ട, അതേ ബ്ലോക്ക്, അതേ ക്യൂബ് ഞാൻ എന്തുകൊണ്ട് ഉണ്ടാക്കി? കോപ്പർ കൊണ്ട് ഉണ്ടാക്കി. വീണ്ടും വേറൊരു സൗണ്ട് കേൾക്കാം. കേട്ടൂടെ? ഓന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായി? മാറി, വീണ്ടും മാറി. ഓക്കെ അല്ലേ? അപ്പോ നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യണ ഒന്നാമത്തെ ഫാക്ടർ എന്താ? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ നേച്ചർ മാറിയാലേ നാച്ചുറൽ ഫ്രീക്വൻസി മാറും.